ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇക്കടെ വീട്ടിലേക്ക് നോമ്പ് തുറക്ക് പോവാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളും അതുപോലെ പിന്നെ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫിറ്റഡ് ബെഡ്ഷീറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ അതും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി. അപ്പോൾ ഈ ഫിറ്റഡ് ബെഡ്ഷീറ്റ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതിന് മുന്നേ ചെയ്തിട്ടുള്ള വീഡിയോസിൽ നമ്മൾ ഫിറ്റഡ് ബെഡ്ഷീറ്റ് അൺബോക്സിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ പലരും അത് വാങ്ങിയിട്ട് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞ വീഡിയോയിൽ എന്താ കാണിക്കാത്തതെന്ന് വെച്ചാൽ അന്നത്തെ ആ ഒരു വീഡിയോ കുറച്ചും കൂടി ലെങ്തി ആയി പോകും എന്ന് കരുതിയിട്ടാണ് ഈ ഒരു ഭാഗം അതിൽ നിന്ന് ഒഴിവാക്കിയത് കേട്ടോ. എനിക്കാണെങ്കിൽ കൂടുതലും ഫിറ്റഡ് ബെഡ്ഷീറ്റ് വാങ്ങാനായിട്ടാണ് ഇഷ്ടം. കാരണം എന്താണെന്ന് വെച്ചാൽ കുട്ടികളൊക്കെ കയറി കളിക്കുക അല്ലെങ്കിൽ അവർ അതിൽ കയറി ഇറങ്ങുമ്പോൾ ഒക്കെ ഈ ബെഡ്ഷീറ്റ് പെട്ടെന്ന് പോവാതിരിക്കാൻ എളുപ്പം നല്ലത് ഇങ്ങനെ ഒരു ഫിറ്റഡ് ബെഡ്ഷീറ്റ് വാങ്ങാനല്ലോ. അപ്പോൾ അതിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതുപോലെ അവിടെ കിടന്നോളൂ. അപ്പോൾ ഞാൻ ബെഡ്ഷീറ്റ് എപ്പോഴും മേടിക്കുമ്പോഴും ഡാർക്ക് കളറായിട്ട് എടുക്കൽ. അപ്പോൾ ഇത്തവണ എടുത്തിട്ടുള്ളത് കുറച്ച് ലൈറ്റ് കളറാണ് എടുത്തിട്ടുള്ളത്. അവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ആ ഒരു ഷോപ്പിൽ. പക്ഷേ ഫിറ്റഡ് ബെഡ്ഷീറ്റ് അധികം കളക്ഷൻസ് ഇല്ല, കുറച്ച് പീസേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ള കിങ് സൈസ്, ക്യൂൺ സൈസ്, ഡബിൾ സൈസൊക്കെ ഒരുപാട് കളക്ഷൻസ് ഉള്ള ഒരു ഷോപ്പാണ്. 2 നിലയിലായിട്ട് നമുക്ക് ബെഡ്ഷീറ്റിൻ്റെ മാത്രം സെക്ഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല വലുപ്പമുള്ള ബെഡ്ഷീറ്റാണ് കേട്ടത്, അത്യാവശ്യം വലുപ്പമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ബെഡിൻ്റെ സൈഡിലത്തെ ഒരു വീതി എന്ന് പറയുന്നത് 8 ഇഞ്ചാണ്. അതിനേക്കാളും വലുപ്പമുള്ള ഒരു ബെഡിന് സ്യൂട്ടബിളാണ് ഈ ഒരു ബെഡ്ഷീറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ അപ്പുറത്തെ റൂമിലത്തെ ബെഡാണെങ്കിൽ ഏകദേശം 10 ഇഞ്ചിൻ്റെ മീതെ വരുന്നുണ്ട് അതിൻ്റെ സൈഡിലത്തെ വീതി. അപ്പോൾ ആ ഒരു ബെഡിനൊക്കെ സ്യൂട്ടബിൾ ആയിരിക്കും. ഇത് ഞാൻ സൈഡൊക്കെ ഒന്ന് ഉള്ളിലേക്ക് മടക്കി വെച്ചേക്കാണ് കേട്ടോ. അത്യാവശ്യം വീതിയുണ്ട്. ഇനി ഇത് കഴുകി കഴിഞ്ഞാൽ ചുരുങ്ങുമെന്നൊന്നും പറയാൻ പറ്റില്ല. ചുരുങ്ങാനുള്ള സാധ്യത കുറവാണ്, കാരണം ഇത് പ്യുവർ കോട്ടണൊന്നുമല്ല, മിക്സഡ് ആണ്. പിന്നെ ഇന്ന് നോമ്പ് തുറ ഉള്ളതുകൊണ്ട് അധികം പണിയൊന്നുമില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ ഇവിടുന്ന് പോവും. ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ വീടുള്ളത്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങിയാൽ നോക്കിയാൽ തന്നെ കാണാം, അത്ര അടുത്താണ് വീട്. അപ്പോൾ സെയിം മാത്രമല്ല കേട്ടെന്ന്, സെയിം പോവാനുള്ള ഒരു ഒരുക്കത്തിലൊക്കെയാണ്. പിന്നെ ഇക്കാണെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ എത്തും കടയിൽ നിന്ന്. പിന്നെ സിദ്ധു ആണെങ്കിൽ ഉമ്മയുടെ കൂടെ പോയേക്കാണ് വീട്ടിലേക്ക് കേട്ടോ. അപ്പോൾ നമ്മൾ പോവാണ്. ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ കാണുന്ന ആട്ടാ വീട്. അപ്പോൾ ഇത് ഇറങ്ങിയിട്ട് നോക്കുമ്പോൾ തന്നെ അവിടെ ഹസ്ബൻഡ് കാക്ക നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആളെ നല്ല പേടിയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ വീട്ടിലെത്തി നോമ്പ് തുറക്കുള്ള കസേരകളൊക്കെ ഇറക്കാൻ കേട്ടോ ഞങ്ങളവിടെ ചെല്ലുന്ന സമയത്ത്. 10 മക്കളാണ് കേട്ടോ ഉള്ളത്, 5 ആണും 5 പെണ്ണും. അപ്പോൾ അവരുടെ വൈഫ് അല്ലെങ്കിൽ അവരുടെ ഹസ്ബൻഡ്, അവരുടെ കുട്ടികൾ, അവരൊക്കെ കൂടി കൂടുമ്പോൾ അത്യാവശ്യം ആൾക്കാരുണ്ടാവുമല്ലോ. ഇക്കാട് ജ്യേഷ്ഠന്മാരുടെ വീടൊക്കെ ഈ ഒരു തറവാടിൻ്റെ ഫ്രണ്ടിലും അതുപോലെ ഈ ഒരു സൈഡിലൊക്കെ ആയിട്ടാണ് കേട്ടോ. 3 സൈഡിലായിട്ടും വീട്. അപ്പോൾ ഈ വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് ഈ സൈഡിലായിട്ട് കാണുന്നതാണ് ഒരു ജ്യേഷ്ഠൻ്റെ വീട്. പിന്നെ അതിൻ്റെ ബാക്കിലായിട്ട് ഒരു ജ്യേഷ്ഠൻ്റെ വീടുണ്ട് കേട്ടോ. പിന്നെ ആ വീടിൻ്റെ സൈഡിൽ കൂടെ അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ, തറവാടിൻ്റെ ആ ഒരു സൈഡിൽ കൂടെ ഇറങ്ങി കഴിഞ്ഞാൽ ബാക്കിലായിട്ട് വേറൊരു ജ്യേഷ്ഠൻ്റെ വീട്. അപ്പോൾ ഇത് വരുമ്പോൾ കണ്ടില്ലേ ആ കടവീടാണ്. അപ്പോൾ ഞാൻ ഈ ഒരു വീടിൻ്റെ ബാക്ക് സൈഡ് അല്ലെങ്കിൽ വടക്കാപുരം എന്നിട്ട് ഞങ്ങളൊക്കെ പറയാം, ഇവിടെയൊക്കെ അങ്ങനെ പറയാറ്. അത് കാണിക്കണമെന്ന് ഞാൻ എപ്പോഴും കരുതാറുണ്ട്. കുറേ മുന്നുള്ളൊരു വീഡിയോയും കൂടി ഞാൻ ഇതിൻ്റെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു ചുമൊക്കെ ഉണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് സൗണ്ടിൽ കുറച്ച് വ്യത്യാസമൊക്കെ ഉള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡിലുള്ള ഗാർഡൻ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ഗാർഡനാണ് കേട്ടത്. ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് തന്നെ ഡൈനിങ് ടേബിൾ കൊടുത്തിട്ടുണ്ട്, അതിന് ചുറ്റും കുറച്ച് ചെയറുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 ആൾക്കിരുന്ന് ആടാനുള്ള ഊഞ്ഞാൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ കാണുന്നത് വിറക് പുരയുണ്ട്. അപ്പോൾ എല്ലായിടത്തും നന്നായിട്ട് പ്ലാന്റ് സെറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ബുഷിയായിട്ട് വളരുന്ന ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ കാണുന്ന ചെടിച്ചട്ടികളിൽ കൂടുതൽ ഉണ്ടാക്കിയിട്ടുള്ള ചെടിച്ചട്ടികളാണ്. പിന്നെ ഇതിൽ കാണുന്ന ഈ ഒരു പോർഷൻ ഞാൻ കുറച്ച് മുന്നേ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ചട്ടികളൊക്കെ അവിടെ നിന്ന് മാറ്റി. അപ്പോൾ ഇതെങ്ങനെ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ ഒരു ചട്ടിയിൽ ഒരു മരത്തിൻ്റെ തണ്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഒരു പോട്ടിൽ ബൊലീവിയൻ ജൂ പ്ലാന്റ്സ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ നടുക്കായിട്ട് ബോർഡർ ഗ്രാസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട്. ബൊലീവിയൻ ജൂ പ്ലാന്റിൻ്റെ ആ ഒരു വയലറ്റ് കളറും പിന്നെ അതുപോലെ ഇതിന് മുകളിലായിട്ടുള്ള ആ ബോർഡർ ഗ്രാസിൻ്റെ ഗ്രീൻ കളറും കൂടിയിട്ട് നല്ല ഭംഗിയുണ്ട്. മാത്രമല്ല ഇതിങ്ങനെ റൗണ്ട് ഷേപ്പിൽ ചെയ്തിട്ട് കട്ട് ചെയ്ത് വെക്കുകയും ചെയ്യാമല്ലോ. പിന്നെ അതിൻ്റെ മരത്തിൻ്റെ തടിയിലായിട്ട് കൊടുത്തിട്ടുള്ളത് ഫിലാഡൻഡ്രോൻ്റെ ലൈം എന്നുള്ള ആ ഒരു പ്ലാന്റാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ സൈഡിലായിട്ട് വാട്ടറിങ് പ്ലാന്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ചട്ടികളൊക്കെ ഇവിടെ നിന്ന് മാറ്റിയേക്കണം കേട്ടോ. അപ്പോൾ പുതിയതായിട്ട് വേറെ പല പ്ലാന്റ്സ് വന്നിട്ടുണ്ട്. ബൊഗൈൻവില്ലൊക്കെയാണ് ഇപ്പോൾ ഇവിടെ വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങൾക്കും വിറക് പുരയുടെ സൈഡിലൊക്കെ ആയിട്ട് ഇതുപോലൊക്കെ ഇങ്ങനെ പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഒരു നെറ്റ് കൊടുത്തിട്ട് പിന്നെ ഇതുപോലെ തൂക്കിയിടുന്ന ഒരു ഇതുണ്ടല്ലോ, അതിലാണ് നമ്മുടെ പ്ലാന്റ് സെറ്റ് ചെയ്തിട്ട് ഇതിൽ ഹാങ് ചെയ്തേക്കാണ്. അപ്പോൾ വിറക് പുരയുടെ ആ ഷീറ്റിൻ്റെ മുകളിൽ സ്റ്റാൻഡിൽ കൊടുത്തിട്ടുള്ളത് ബോട്ട് ലില്ലിയും അതുപോലെ ബോർഡർ ഗ്രാസൊക്കെ ഉണ്ട് ഹാങ്ങിങ് പ്ലാന്റായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കിത് കണ്ടു കഴിഞ്ഞാൽ ഇതുപോലെ വല്ല ഐഡിയാസ് ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്കാമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യണത്. ഇതൊക്കെ കാട് ഐഡിയാസാണ് കേട്ടോ. ഇതുപോലെ ഇങ്ങനെ PVC പൈപ്പിലും അതുപോലെ ഒരുപാട് നമ്മൾ കളയുന്ന ബോട്ടിലൊക്കെ വെച്ചിട്ടൊക്കെ ഓരോ ഐഡിയാസ് ഇങ്ങനെ ചെയ്യും. അപ്പോൾ ഈ ഒരു ഭാഗത്ത് വെച്ചിട്ട് ഞങ്ങൾ കൂടുതലും പെരുന്നാളിലൊക്കെ ഫോട്ടോസ് എടുക്കാനായിട്ട് വരല്. അപ്പോൾ നല്ല ഗ്രീനറി ആണല്ലോ ഇവിടെ ഒന്ന് ഫോട്ടോസ് എടുത്തിട്ടുണ്ടെങ്കിൽ.
അതുപോലെ നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ കാണുന്നത് നല്ലൊരു വേപ്പിൻ തടാണ് കേട്ടോ. നല്ല ഹൈറ്റിലുള്ള ഒരു വേപ്പാണ്. അതിൻ്റെ ചുറ്റുഭാഗം ഇതുപോലെ പ്ലാന്റ്സ് കൊടുത്തിട്ടുണ്ട്. ഫിലോഡെൻഡ്രോൺ കൊടുത്തിട്ടുണ്ട്, കൊളക്കേഷ്യ, അങ്ങനെ ഒരുപാട് പ്ലാന്റ്സ് ഇതിൻ്റെ ചുറ്റും കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വേറൊരു മരത്തിൻ്റെ വീതം ഇതുപോലെ ഇങ്ങനെ കയറ് ചുറ്റി കൊടുത്തിട്ട് ഫിലോഡെൻഡ്രോൺ പടർത്തി വിട്ടിട്ടുണ്ട്. പിന്നെ താഴെ ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ. പിന്നെ PVC പൈപ്പിലായിട്ട് ഇതുപോലെ ബോർഡർ ഗ്രാസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 10 മണിച്ചെടികൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീടിൻ്റെ പുറകുവശം എന്ന് പറഞ്ഞാൽ നല്ലൊരു അറ്റ്മോസ്ഫിയർ തരുന്ന ഒരു പുറകുവശം തന്നെയാണ്. നല്ലൊരു പോസിറ്റീവ് വൈബാണ് കേട്ടോ അവിടെ. ഈ ഒരു ഭാഗം അലക്ക് കല്ലിൻ്റെ ഭാഗമാണ് കേട്ടോ. ഇവിടെയും ബോർഡർ ഗ്രാസ് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴെ കാണുന്ന ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, ഇത് ഒരു ബ്ലൂ പെയിൻറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കളറൊക്കെ ഫെയ്ഡ് ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ അടുത്ത് കാണുന്നത് യുജീനിയാണ്. യുജീനിയ നല്ല കളറിലായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അതിൻ്റെ കളറൊക്കെ ഒന്ന് ഫെയ്ഡായിട്ടുണ്ട്. ഒന്ന് വെട്ടിയിട്ടൊക്കെ ഒന്ന് സെറ്റാക്കണമല്ലോ ഇനി. പിന്നെ ഇതുപോലെ മണി പ്ലാന്റ് ഈ ഒരു പൈപ്പിൽ കൂടെ പടർത്തി വിട്ടിട്ടുണ്ട്. നമ്മൾ മണി പ്ലാന്റ് പുറത്ത് ഇങ്ങനെ എന്തിലേലും മതിലോ അല്ലെങ്കിൽ വല്ല കയറിലോ ഒക്കെ പടർത്തിയിട്ടുണ്ടെങ്കിൽ നല്ല വലിപ്പമുള്ള ഇലയായിട്ടാണ് ഉണ്ടാവുക. നമ്മൾ ഇൻഡോറിൽ വെക്കുന്നതിനേക്കാളും വലിപ്പമുള്ള ഒരു ഇലയായിരിക്കും പുറത്ത് പടർത്തിയിട്ടുണ്ടെങ്കിൽ ഉണ്ടാവുക. ഒരുപാട് വെറൈറ്റി പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ അവിടെ. സ്നേക്ക് പ്ലാന്റ്, അതുപോലെ ക്രീപ്പിംഗ് ചാർലി, അങ്ങനെ ഒരുപാട് വെറൈറ്റി പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ അവിടെ. ഒരുപാട് ഡെക്കറേറ്റീവ് പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ അവിടെ. ഡെക്കറേറ്റീവ് പാംസ് ഉണ്ട്, അതുപോലെ ലോട്ടസ് ഉണ്ട്. പിന്നെ ഈ ഒരു പ്ലാന്റ്, ഇതിൻ്റെ നെയിമൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഇതവിടെ വന്നിട്ട് കുറേ നേരമായിട്ട് അതുപോലെ ഇങ്ങനെ വീഡിയോസ് എടുക്കാൻ തുടങ്ങിയിട്ട്. തറവാട്ടിലാണെങ്കിൽ എല്ലാവരും വന്നിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ നോമ്പ് തുറയല്ലേ, പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല കേട്ടോ. എല്ലാം ഓർഡർ ചെയ്തേക്കാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് പണികളൊന്നും ചെയ്യാനൊന്നുമില്ല. ഫ്രീ ആണ്. അതാണ് ഫ്രീ ആയിട്ട് ഇവിടെ വന്നിട്ട് വീഡിയോ എടുക്കാമെന്ന് കരുതിയത്. അപ്പോൾ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ, ഞാൻ വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കില്ലേ. ലൈക്കുകൾ വരുമ്പോഴാണ് നമുക്ക് കൂടുതൽ റീച്ച് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ടാണ് വീണ്ടും ലൈക്ക് ചെയ്യാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ കുറച്ചായിട്ട് നമ്മൾ വീഡിയോസൊക്കെ സ്റ്റോപ്പ് ചെയ്തേക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല വ്യൂസ് കുറവുണ്ട്. വീഡിയോസും ചാനലൊക്കെ ആകെ ഡൗൺ ആയി കിടക്കണം. അപ്പോൾ ഞാനിനി ഇങ്ങനെ വീഡിയോസ് ഇട്ടിട്ട് വേണം വീണ്ടും ഒന്ന് പഴയ ലെവലിലേക്ക് എത്തിക്കണമെങ്കിൽ. പിന്നെ ഈ ഷീറ്റിൻ്റെ മുകളിലായിട്ട് നല്ലൊരു ഗ്രേപ്സിൻ്റെ ആർട്ടിഫിഷ്യലായിട്ടുള്ള പ്ലാന്റ്സ് കൊടുത്തിട്ടുണ്ട്. അത് സ്റ്റാർട്ടിങ്ങിലൊക്കെ നല്ല ഗ്ലേസിങ് ഉണ്ടായിരുന്നുണ്ട്. അപ്പോൾ ഇത്തിരി കളറൊന്ന് ഫെയ്ഡായിട്ടുണ്ട്. പിന്നെ ഇവിടെ പാംസ് കൊടുത്തിട്ടുണ്ട്, ഡെക്കറേറ്റീവ് പാംസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പലർക്കും ഒരു മോട്ടിവേഷനാണ് ഇതുപോലെ ഇങ്ങനെ ബാക്ക് സൈഡിലൊക്കെ ഇതുപോലെ ചെയ്യാൻ. ഇത് കണ്ടു കഴിഞ്ഞാൽ പലർക്കും അതൊരു മോട്ടിവേഷനായിരിക്കും. അപ്പം ഞാനിതുപോലെ അധികമൊന്നും പ്ലാന്റ് കെയറിങ്ങിനായിട്ട് ചെയ്യുന്ന ഒരാളൊന്നുമല്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് കാണുക പറഞ്ഞാൽ നല്ല ഭംഗിയല്ലേ. ഒരുപാട് നാളത്തെ എഫേർട്ട് ഉണ്ട് കേട്ടോ ഇതിനകത്ത്. അതായത് പെട്ടെന്നൊരു ദിവസം കൊണ്ട് ഉണ്ടായതൊന്നല്ല. നമ്മളെന്നും കാണും, മിക്കവാറും ദിവസമൊക്കെ അങ്ങനെ ഓരോ സൈഡിലായിട്ട് ഓരോന്ന് ചെയ്ത് വെച്ചിട്ട് ആക്കിയിട്ടുള്ളതാണ് ഈ ഒരു രൂപം. ഇനി നമുക്ക് ഈ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തോട്ട് പോകാം. അധികമൊന്നുമില്ല കേട്ടോ പ്ലാന്റ്സ്, എന്നാലും ഉള്ളത് നല്ല ഡെക്കറേറ്റീവ് പ്ലാന്റ്സ് ആണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അപ്പോൾ ഈ പോകുന്നത് വീടിൻ്റെ സൈഡാണ്. ഇപ്പോൾ ഇവിടെ കുറച്ച് കലാത്തിയ പ്ലാന്റ്സും അതുപോലെ റോസ് പ്ലാന്റ്സും ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല വെയിലായതുകൊണ്ട് തന്നെ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഇതായിട്ടുണ്ട്. ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് ഭാഗം. ഇതിൻ്റെ ഫ്രണ്ടിൽ സൈഡിലായിട്ട് തന്നെ മഞ്ഞ തണ്ടോട് കൂടിയിട്ടുള്ള ആ ബാമ്പു പ്ലാന്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് അധികം ഹൈറ്റ് വരാത്ത രീതിയിലുള്ള ഒരു പാം പ്ലാന്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2-3 ബോട്ടിൽ പാംസൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലായിട്ട് കുറച്ച് ഹാങ്ങിങ് പ്ലാന്റ്സും കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ കാണുന്ന സൈഡിലായിട്ട് കാണുന്നത് ഡെക്കറേറ്റീവ് ബാമ്പു പ്ലാന്റ് ആണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ഇങ്ങനെ റൗണ്ട് ഷേപ്പിലൊക്കെ കട്ട് ചെയ്തിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇത് കാണാനായിട്ട്. അതുപോലെ ഈ വീടിൻ്റെ ഫ്രണ്ടിൽ കാണുന്ന ചെടിച്ചട്ടികളും അതുപോലെ PVC പൈപ്പിലൊക്കെ ചെയ്തിട്ടുള്ളതൊക്കെ കാണാനായിട്ട് ചെടിച്ചട്ടികളൊക്കെ ഉണ്ടാക്കിയ ചെടിച്ചട്ടികൾ തന്നെയാണ്. അതുപോലെ റെഡ് ആൻഡ് ഗ്രീൻ കളറോട് മിക്സ് ചെയ്തിട്ടുള്ള ഒരു എഗ്ലോണിയം ഉണ്ട്, അതുപോലെ ഫിലോഡെൻഡ്രോൺ ഉണ്ട്. ഒരുപാട് വെറൈറ്റി പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ അങ്ങനെ വീണ്ടും ഞാൻ തറവാട്ടിലേക്ക് തന്നെ വന്നിട്ടാണ്. അപ്പോൾ ഇവിടെ നോമ്പ് തുറക്കലിനുള്ള പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കുട്ടികളൊക്കെ അങ്ങനെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ടിൽ തന്നെ നാത്തുമാരും ജ്യേഷ്ഠന്മാരൊക്കെ മക്കളുണ്ട് കേട്ടോ, അതവരാണത്. അപ്പോൾ അങ്ങനെ കിച്ചണിലേക്ക് എത്തി. കിച്ചണിൽ അത് വന്ന് കണ്ടപ്പോൾ തന്നെ ഇതുപോലെ ഇങ്ങനെ ഒരു ഓൺലൈനായിട്ട് വാങ്ങിയിട്ടുള്ള ഒരു മസാല ബോക്സ് ഉണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു മസാല ബോക്സ് തന്നെയാണ്. ഇപ്പം എന്താ പറയുക, നമുക്ക് ഇതിങ്ങനെ ഓരോ ബോക്സായിട്ട് എടുത്തിട്ടാട്ടോ അത് ഓപ്പൺ ചെയ്യാം. ഞാൻ കരുതി ഇതിൻ്റെ മുകളിൽ നിന്ന് തന്നെ ഓപ്പൺ ചെയ്യാമെന്നാണ് കരുതിയിട്ടുണ്ടായിരുന്നത്.
നല്ല സെപ്പറേറ്റ് ആയിട്ട് ഓരോ ബോക്സായിട്ട് ഇതിൻ്റെ മുകളിൽ നിന്ന് എടുക്കുക, എന്നിട്ട് ഓപ്പൺ ചെയ്യുക, എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളത് എടുത്തിട്ട് വീണ്ടും അതിൽ തന്നെ ഫിക്സ് ചെയ്യുക. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനൊക്കെ. കിച്ചണിൽ ഒരു കോർണറിലൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇതാ കിച്ചണിൽ ഇതാ തുടങ്ങി കഴിഞ്ഞ് നോമ്പുറക്കുള്ള ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്യേണ്ട ഒരു സൈഡിലായിട്ട്. അപ്പോൾ ഫുഡൊക്കെ കാറ്ററിംഗുകാരെ ഏൽപ്പിക്കുകയാണ് കേട്ടോ ചെയ്തത്. മട്ടൻ ബിരിയാണിയാണ് ഉണ്ടാക്കിയത്, അത് നമ്മൾ കാറ്ററിംഗുകാരെ ഏൽപ്പിക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ല കട്ട് ചെയ്യണ തിരക്കിലാട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ഒന്ന് ഞാൻ വീഡിയോ എടുത്തായിട്ട് നടക്കുകയാണ്. അപ്പോൾ നമുക്കുള്ള ഫുഡൊക്കെ എത്തിയിട്ടുണ്ട്. അതുപോലെ പൊരിച്ച കടിയൊക്കെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുകയാണ് ചെയ്തത്. സത്യം പറഞ്ഞാൽ ഒന്നും പണികളൊന്നുമില്ല, ഫ്രൂട്ട്സ് കട്ട് ചെയ്യൽ മാത്രം. അതുപോലെ ജ്യൂസ് ഉണ്ടാക്കുക, വെള്ളം കലക്കുക, അങ്ങനത്തെ കുറച്ച് പണികൾ മാത്രമായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരെയും സെറ്റാക്കി ഇരുത്താനുള്ള ഒരു ഇതിലാണ് കേട്ടോ. കാരണം മറ്റുള്ള ഫംഗ്ഷനാകുമ്പോൾ ഒരു ട്രിപ്പ് കഴിഞ്ഞിട്ടിരുന്നാൽ മതി, പക്ഷേ ഈ ഒരു സമയത്ത് നമുക്ക് എല്ലാവർക്കും ഒപ്പം തന്നെ ഇരിക്കണമല്ലോ. അപ്പോൾ അങ്ങനൊരു തിരക്കായിരുന്നു. പിന്നെ നോമ്പായിട്ട് തന്നെ സൗണ്ടിനൊക്കെ ചെറിയൊരു പ്രശ്നം പറ്റിയിട്ടുണ്ട്. തണുപ്പുള്ളത് കുടിച്ചിട്ട് തോന്നുന്നുണ്ട്, ചെറിയൊരു കിച്ചൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് സൗണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. സ്കിപ്പ് ചെയ്യാതെ കാണാം. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.